ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഏകദേശം എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. ക്യാരറ്റ് കേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ സൈസ് ക്യാരറ്റ് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും. അത് ഇതുപോലെ ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗ്രേറ്റർ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വലിയ ഹോളുള്ള ഗ്രേറ്റർ ആണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അരിഞ്ഞു പോകാൻ പാടില്ല, വെള്ളമൊന്നും ചേർക്കാതെ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഞാൻ ഈ ഒരു ബേക്കിംഗ് ടിന്നിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അടിയിൽ ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബേക്കിംഗ് ടിൻ ഇല്ലാത്തവർ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതിയാവും. ഞാൻ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൺ ഇല്ലാതെ കാണിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൻ്റെ മൂടിയുടെ വാഷറും അതുപോലെ വിസിലൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാ മെഷർമെൻറ്റും എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിലെ അളവിൽ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് കപ്പാണ് ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് അതിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ടൈപ്പ് ചെറിയ സ്പൂണിൽ 1 സ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സെയിം സ്പൂണിൽ 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെഷറിംഗ് സ്പൂൺ ഓവണൊന്നും ഇല്ലാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവണിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓവൺ ഇല്ലാത്തവർ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കമൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം കേക്ക് വേണമെങ്കിലും ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവൺ ഇല്ലാത്തവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. നമുക്കിതൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലാണ് ഞാൻ ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞെന്ന് ഉറപ്പ് വരുത്തണം. അടിയിൽ പൊടിയാതെ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചേർക്കരുത്. അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് വേണം ചേർക്കാൻ. കേക്കിന് എടുക്കുന്ന എല്ലാ സാധനവും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചേർത്താൽ നമ്മുടെ കേക്ക് പൊങ്ങി വരുമൊന്നുമില്ല. അതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് കേക്കും കിട്ടില്ല. അപ്പോൾ 3 മുട്ട ചേർത്ത് ഇനി മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് ഒരു സ്പൂണോളം ഞാൻ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ ഞാനിവിടെ ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് എല്ലാ കേക്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെറുനാരങ്ങയുടെ തൊലി ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടാൽ നല്ലതാണ്. അപ്പോൾ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഉള്ളിലത്തെ ആ ഒരു വൈറ്റ് പോർഷനും പെടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഒരു കയ്പ്പ് രസം വരും. ഈ മുകളിലുള്ള ആ ഒരു ഗ്രീൻ കളർ മാത്രം ചേർത്ത് കൊടുക്കുക. മധുര നാരങ്ങയുടെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റർ കൊണ്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ പതഞ്ഞു വരില്ല, എന്നാലും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ആ സെയിം ഗ്ലാസ്സിൽ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതായത് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, അതും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് കറക്കി കൊടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ടിട്ട് അടിക്കരുത് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നേരത്തെ അരച്ച് വെച്ചിരുന്നല്ലോ, അത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉള്ളത്, അത് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്തിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലയോ എന്തെങ്കിലും അങ്ങ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒരേ ഡയറക്ഷനിൽ വെച്ച് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്യാരറ്റ് അളന്ന് നോക്കിയപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് നമ്മൾ നേരത്തെ എല്ലാ മെഷർമെൻറ്റും എടുത്തിരുന്നല്ലോ, അതിൽ ആ സെയിം ഗ്ലാസ്സിൽ ഏകദേശം ഒരു 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം പാല് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ്. അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കുക്കിംഗ് ടൈം കുറച്ച് കുറവ് മതിയാവും. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം കുക്ക് ചെയ്യാനായിട്ട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്നങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുക്കർ തന്നെ വേണമെന്നില്ല, അടച്ചുറപ്പുള്ള ഏതൊരു പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടി അധികം കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടിയിൽ ഒരു ലെയർ നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മുന്നേ ഞാൻ ഉപ്പിട്ടിട്ട് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പില്ലാതെ ചെയ്താലും നമ്മുടെ പാത്രത്തിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട്. ഇപ്പോൾ ഒരു 45-50 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 35 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിരുന്നു. അപ്പോൾ എന്ത് ആയാലും നിങ്ങൾ 35 മിനിറ്റിൻ്റെ മുമ്പൊന്നും തുറന്നു നോക്കാൻ പാടില്ല, നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ ഒരു 2-3 സ്ഥലത്തായിട്ട് സെൻറ്ററിലൊക്കെ ആയിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് ഒന്ന് ഇറക്കി നോക്കുക. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സെയിം ബാറ്റർ ഓവനിൽ വെച്ചിട്ടും ചെയ്യാം. അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റൊക്കെ ഏകദേശം ആവും. ഈ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് എടുക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മുടെ എടുക്കുന്ന പാനിനനുസരിച്ചിരിക്കും നമ്മളുടെ കുക്കിങ്ങിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. താങ്ക്